മലയാള സിനിമയിൽ ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും ഗംഭീര തിരിച്ചുവരവ് നടത്തിയ താരമാണ് നിവിൻ പോളി. ചുരുങ്ങിയ കാലം കൊണ്ട് യൂത്ത് ഐക്കൺ എന്നും ഫാമിലി സ്റ്റാർ എന്നുമുള്ള പേര് സ്വന്തമാക്കിയ താരത്തിന് തൻ്റെ സിനിമാ കരിയറിൽ ഒരു കാലയളവിൽ മോശം സമയത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു. തുടരെ സിനിമകൾ പരാജയപ്പെടുന്നതും ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കും താരത്തിന് അല്പം പുറകോട്ട് വലിച്ചെങ്കിലും ഈ അടുത്ത് പുറത്തിറങ്ങിയ വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രം നിവിൻ പോളി എന്ന താരത്തിന്റെ റേഞ്ച് എത്രത്തോളമാണെന്ന് കാട്ടിത്തന്നു. നിവിൻ പോളി എന്ന താരത്തിൻ്റെ വളർച്ച തന്നെ അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു. അന്ന് മലർവാടി ആർട്സ് ക്ലബിലെ പ്രകാശൻ മുതൽ ഇന്ന് വർഷങ്ങൾക്കു ശേഷത്തിലെ നിതിൻ മോളി വരെ ഞെട്ടിച്ച പ്രകടനമായിരുന്നു നിവിൻ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തെയും ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തെയാണ് നിവിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രേമം, തട്ടത്തിൽ മറയത്ത്, ആക്ഷൻ ഹീറോ ബിജു, വടക്കൻ സെൽഫി പോലുള്ള വമ്പൻ ഹിറ്റുകൾ തുടർച്ചയായ ഹിറ്റുകളിലൂടെയാണ് മലയാളത്തിൻ്റെ പ്രിയ ബോക്സ് ഓഫീസ് സ്റ്റാറായി നിവിൻ പോളി മാറിയത്. മലയാളത്തിൽ യാതൊരു സിനിമാ പശ്ചാത്തലവുമില്ലാതെ വരികയും പിന്നീട് സ്റ്റാർ ആവുകയും ചെയ്ത താരമായ നിവിൻ പോളിയെ ഇരു കൈയും നീട്ടിയാണ് മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത്. എന്നാൽ ഒരു ഘട്ടത്തിൽ താരം നേരിട്ടത് തുടരെ പരാജയങ്ങളായിരുന്നു. തുടർച്ചയായി 6ഓളം പരാജയ ചിത്രങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയിലെ ബോഡി ഷെയിം ഉൾപ്പെടെ താരത്തിന് വിനയായി മാറി. എന്നാൽ അതുകൊണ്ടൊന്നും നിവിൻ പോളി എന്ന നടനിലെ കലാകാരനെ തകർക്കാനായില്ല എന്ന് മാത്രവുമല്ല, വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രത്തിലൂടെ ക്യാമിയോ റോളിലൂടെ നിവിൻ വമ്പിച്ച തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. ചിത്രത്തിന്റെ റിവ്യൂകളിലുൾപ്പെടെ ഏറ്റവും മികച്ച പ്രകടനം നിവിൻ്റേതാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തി. ഏവരെയും ഒന്നടങ്കം നിവിൻ ചിരിപ്പിച്ചു എന്നതായിരുന്നു ചിത്രം വിജയിക്കാനുള്ള പ്രധാന കാരണം. സെൽഫ് ട്രോളുകളായിരുന്നു ചിത്രത്തിൽ നിവിൻ പരീക്ഷിച്ചത്. ഇതെല്ലാം തിയേറ്ററിൽ ചിരി പടർത്തുന്നതായിരുന്നു. അങ്ങനെ നിവിൻ്റെ ഗംഭീര തിരിച്ചുവരവിനെ മലയാളി പ്രേക്ഷകർ ആഘോഷമാക്കി. ആലുവയിലാണ് നിവിൻ പോളി ജനിച്ചത്. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. എന്നാൽ അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം നിവിൻ മലയാള സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ എന്നിവരാണ് നിവിൻ്റെ സമകാലീനർ. എന്നാൽ ഇരു താരങ്ങളും പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെട്ടപ്പോൾ നിവിൻ അതിന് തയ്യാറായിരുന്നില്ല. തമിഴിൽ റിച്ചി, റാമിൻ്റെ ചിത്രം എന്നിവയാണ് നിവിൻ പോളി ചെയ്തിട്ടുള്ളത്. അതേസമയം പുറത്തിറങ്ങാനിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ചിത്രത്തെയും ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. ചിത്രത്തിൻ്റെ ടീസറും ഗാനങ്ങളുമെല്ലാം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. മാജിക് ഫിലിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷമുള്ള ലിസ്റ്റിൻ ഡിജോ കൂട്ടുകെട്ട് പ്രത്യേകതയുള്ള ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജൻ, ധ്യാൻ ശ്രീനിവാസൻ, സെന്തിൽ കൃഷ്ണ, മഞ്ജു പിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. വർഷങ്ങൾക്കു ശേഷത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ നിവിൻ തൻ്റെ പുതിയ ചിത്രത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ.